ഇനി 24 ഒബ്സർവർ വരുന്നു, നിരീക്ഷകൻ. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്നാണ് RSS പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് എന്ന 2 പദങ്ങൾ എഴുതി ചേർത്തത്. ഈ RSS ഇപ്പോൾ പറയുന്നത് ഈ 2 പദങ്ങളും എടുത്തു കളയണം എന്നാണ്. RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസ്ബാളയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഹോസ്ബാള ഇത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നറിയാൻ നമ്മുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ആദ്യം ഹോസ്ബാളയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം കർണാടക സ്വദേശിയാണ്. കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന കാര്യമായൊരു മാറ്റത്തെക്കുറിച്ചാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ്, മതേതരം, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ നമ്മുടെ പ്രിയാമ്പിളിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് RSS ജനറൽ സെക്രട്ടറി പറയും. 2 शब्द जोड़े हैं. लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे, पहले प्रियम्बल में नहीं थे. उन 2 शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द भारत संविधान में नहीं था, प्रस्तावना में जोड़ा है. विचार में होंगे सेक्युलरिज्म के, बाकी गवर्नमेंट पॉलिसीज में है, स्टेट पॉलिसी में है, वो अलग बात है. तो इन 2 शब्दों को प्रस्तावना में जोड़ा. बाद में इसको निकालने के प्रयत्न हुआ नहीं है. चर्चा हुई, दोनों प्रकार के आर्गुमेंट्स हुए, तो क्या वो रहनी चाहिए प्रस्तावना में? ये विचार होना चाहिए. ദിലീപ് കുമാർ 44ാം ഭരണഘടനാ ഭേദഗതിയിലാണെന്ന് തോന്നുന്നു ഈ വാക്കുകളിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ ഹോസ്ബാള പറയുന്നത് ഈ പദങ്ങൾ ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണം. പ്രിയാമ്പിളിൽ പറയുന്ന ഈ 2 വാക്കുകൾ എടുത്തു മാറ്റാനുള്ള ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്ബാള ഇത്തരമൊരു വിമർശനം നടത്തുന്നതിൻ്റെ പിന്നിൽ എന്ത് രാഷ്ട്രീയ പിന്നാമ്പുറമാണുള്ളത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരം എന്നീ പദങ്ങൾ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് ചേർത്തത് അത് നീക്കം ചെയ്യണം എന്നാണ് RSS ആവശ്യപ്പെടുന്നത്. നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നതാണ്. 2024 നവംബറിൽ സുപ്രീം കോടതി ഈ സമാനമായ ആവശ്യമുയർന്ന ഒരു ഹർജി തള്ളിക്കൊണ്ട് കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് അന്ന് ഇത് സംബന്ധിച്ച വിധി പ്രസ്താവിച്ചത്. കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ സോഷ്യലിസം എന്ന് പറയുന്നത് അതിൻ്റെ പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ സർക്കാർ നിയന്ത്രണ സാമ്പത്തിക സംവിധാനം എന്ന് കണക്കാക്കേണ്ടതില്ല. ഇന്ത്യയെ സംബന്ധിച്ചത് ക്ഷേമരാഷ്ട്രം, എല്ലാവർക്കും തുല്യ അവസരവും വികസനവും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പമായി അതിനെ കണ്ടാൽ മതിയെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മതേതരത്വം എന്നത്, ഈ സെക്യുലറിസം എന്ന വാക്കിന് പലരും മതനിരാസം, മതനിഷേധം തുടങ്ങിയ പരിഭാഷകളൊക്കെ നൽകാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഓരോ പൗരൻ്റെയും മതസ്വാതന്ത്ര്യം കൂടി ഇന്ത്യ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളിലും, ഈ 2 വാക്കുകളിലും കുഴപ്പമില്ല എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ RSS ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ ഇന്നലെ ഡൽഹിയിൽ അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്റർ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഈ കെട്ടിടം, അതായത് ഇന്നലെ ഈ സെമിനാർ സംഘടിപ്പിച്ചിരുന്ന അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്റർ, അത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ പേരിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് പേര് വരാൻ കാരണമായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം വിഭാവനം ചെയ്ത ഭരണഘടനയുടെ ആദ്യത്തെ ആമുഖത്തിൽ ഈ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള ആ ആമുഖത്തിൽ ഈ 2 പദങ്ങൾ ഉണ്ടായിരുന്നില്ല. 1976 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉപയോഗിച്ച് ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത് എന്നാണ് RSS പറയുന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾ നീക്കം ചെയ്യണം, അതേക്കുറിച്ചുള്ള ചർച്ച ആവശ്യമാണ് എന്നും RSSൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ പറയുന്നു. സ്വാഭാവികമായും ഇത് പ്രതിഷേധത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് അംഗങ്ങൾക്ക് ഭരണഘടനയുടെ കോപ്പി നൽകിയിരുന്നു. ആ കോപ്പി പഴയ ഭരണഘടനയുടെ, അതായത് ആദ്യം ഈ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പുള്ള ഭരണഘടനയുടെ കോപ്പിയാണ് വിതരണം ചെയ്തത്. അതിൻ്റെ ആമുഖത്തിൽ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അന്നു തന്നെ പ്രതിപക്ഷം ഇത് ഭരണഘടന നശിപ്പിക്കുന്നതിന്, ഭരണഘടന ഇല്ലാതാക്കുന്നതിനുള്ള
നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതിൻ്റെ സൂചനയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ഏതായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SK. എന്തായാലും ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഈ സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് എന്നുള്ള രണ്ട് പദങ്ങൾ എടുത്തു മാറ്റാൻ കഴിയൂ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഈ പ്രിയാമ്പിളിൻ്റെ ആമുഖത്തിലാണ് ഇത്തരം രണ്ട് വാക്കുകളുള്ളത്. ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. എന്നാൽ ഈ വാക്കുകൾ മതേതര നിലപാടുകൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്കുകൾ ഇപ്പോൾ മാറ്റണമെന്നാണ് RSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്.